തെക്കൻ ഇസ്രായേലിലെ ഒഫ്ദ എയർബേസിൽ 12 F-22 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച് യുഎസിന്റെ പടയൊരുക്കം. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ നിൽക്കുമ്പോൾ അമേരിക്കയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാനെതിരെ യുഎസ് ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനിടെ ഇസ്രായേൽ മുൻനിർത്തി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേൽ എംബസി ജീവനക്കാരെ യുഎസ് ഒഴിപ്പിക്കാൻ തുടങ്ങി. ഇസ്രായേൽ വിടാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ഇസ്രായേൽ വിടണമെന്ന് യുഎസ് അംബാസഡർ മൈക്ക് ഹക്കബി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. യുദ്ധാശങ്ക സജീവമായതോടെ ഇസ്രായേലിൽ ആശുപത്രികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് വിവരം. ജൂണിലെ സംഘർഷങ്ങൾക്കിടെയുണ്ടായ പോരായ്മകൾ തിരിച്ചറിയാനും ഭാവിയിലെ സംഘർഷ സാധ്യതകൾ നേരിടാനുമുള്ള ശുപാർശകളുമാണ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൈമാറിയത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രോഗികളുടെ സ്വകാര്യത സംരക്ഷിക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പിന്തുണ നൽകാനും തിരക്കേറിയ വാർഡുകളിൽ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാലാണ് ഇസ്രായേലിലേക്ക് യുഎസ് താവളം മാറ്റുന്നത് എന്നാണ് സൂചന. അതിനിടെ യുഎസിന്റെ മധ്യേഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുഎസ് സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനിൽ നടത്തേണ്ട സൈനിക നടപടികളെ പറ്റിയായിരുന്നു ചർച്ച എന്ന് റിപ്പോർട്ടുകളുണ്ട്. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനും പ്രസിഡന്റിന്റെ മുതിർന്ന സൈനിക ഉപദേശകനുമായ ജനറൽ ഡാൻ കെയ്നും വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ജനീവയിൽ കഴിഞ്ഞ ദിവസം നടന്ന യുഎസ് ഇറാൻ മൂന്നാം ഘട്ട ചർച്ചയിൽ കരാറിലെത്താൻ സാധിക്കാത്തതിന് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ. എന്നാൽ ഓസ്ട്രേലിയ വിയന്നയിൽ ചർച്ച തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ ഇറാനെതിരെ അമേരിക്കൻ സൈനിക നീക്കമുണ്ടാകാൻ 90% സാധ്യത എന്നാണ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞത്. ഈ വാരാന്ത്യത്തോടെ തന്നെ ആക്രമണത്തിന് സജ്ജമാകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ അറിയിച്ചിരുന്നു. അതേസമയം മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇറാനിൽ നിന്നും ബ്രിട്ടൻ പൗരന്മാരെ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ്. ഇറാനിലുള്ള പൗരന്മാർ സുരക്ഷിതമായി രാജ്യം വിടാൻ കഴിയുമെങ്കിൽ രാജ്യം വിടണമെന്ന് കാനഡ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് ഇറാൻ അമേരിക്കയിൽ ഉടൻ എത്തുന്ന മിസൈലുകൾ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നു എന്നാണ്. ആ വാദത്തിന് യുഎസ് ഇന്റലിജൻസ് പിന്തുണ നൽകുന്നില്ല എന്ന് വൃത്തങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നയതന്ത്രപരമായ ഒരു പരിഹാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ തുടർന്ന് പറയുമ്പോഴും സാധ്യമായ സൈനിക നടപടിക്ക് അടിത്തറയിടുന്ന ട്രംപ് ഭരണകൂടം ഇറാനിൽ നിന്നുള്ള ഭീഷണികളെക്കുറിച്ചുള്ള നിരവധി അവകാശവാദങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. 2025 ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി നടത്തിയ ഒരു തരം തിരിക്കാത്ത വിലയിരുത്തലിൽ ടെഹ്റാൻ ആ ശേഷി പിന്തുടരാൻ തീരുമാനിച്ചാൽ 2035 ആകുമ്പോഴേക്കും ഇറാന് സൈനികമായി പ്രായോഗികമായ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. രണ്ട് സ്രോതസ്സുകളുടെ അഭിപ്രായത്തിൽ യുഎസിനെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ ഇറാന്റെ കൈവശം ഉടൻ ഉണ്ടാകും എന്ന അവകാശവാദത്തിന് ഇന്റലിജൻസ് പിന്തുണയില്ല. ഈ സമയത്ത് യുഎസിനെ ആക്രമിക്കാൻ ഇറാൻ ഒരു പ്രോഗ്രാം പിന്തുടരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇന്റലിജൻസും ഇല്ല എന്ന് വൃത്തങ്ങൾ പറയുന്നു. എന്നാലും ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത് പോലെ മേഖലയിലെ യുഎസ് താവളങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഭീഷണി ആകാവുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്നത് തള്ളിക്കളയാനാകില്ല. ഇറാന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള സമീപകാല വിലയിരുത്തലുകളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയ്ക്ക് മരണമെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഇറാൻ ഉയർത്തുന്ന ഗുരുതരമായ ആശങ്കയെ ഉയർത്തിക്കാട്ടുന്നതിൽ പ്രസിഡന്റ് ട്രംപ് തികച്ചും ശരിയാണ് എന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറയുന്നു. വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് യുഎസും ഇറാനും തമ്മിൽ ആ രാജ്യത്തിന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ താൻ സന്തുഷ്ടനല്ല എന്നും ഇറാൻ നമുക്കുള്ളത് നൽകാൻ തയ്യാറല്ല എന്നും പറഞ്ഞിരുന്നു. സൈനികാക്രമണങ്ങളുമായി മുന്നോട്ട് പോകണമോ എന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. ഇറാനെതിരെ സൈനിക നടപടി എടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ഹാർഡ്വെയർ ശേഖരം അമേരിക്ക ശേഖരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, ഗാങ് ഓഫ് 8 കോൺഗ്രസ് നേതാക്കൾ എന്നിവരുമായി നടത്തിയ ഒരു ബ്രീഫിംഗിൽ ഇറാനിയൻ മിസൈൽ സാങ്കേതികവിദ്യയുടെ വിഷയം ഉയർന്നു വന്നില്ല എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ ആഴ്ച പുറത്തിറക്കിയ ഒരു അഭിമുഖത്തിൽ തന്റെ രാജ്യം ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ എത്താൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ ഉടൻ ഉണ്ടാകുമെന്ന ട്രംപിന്റെ വാദത്തെ ചോദ്യം ചെയ്ത റൂബിയോ അവ എത്ര ദൂരെയാണെന്ന് ഊഹിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇറാൻ തീർച്ചയായും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കൈവശമുള്ള മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നത് വ്യക്തമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ദിവസം അമേരിക്കയിൽ എത്താൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയുന്ന പാതയിലേക്ക് അവർ നീങ്ങുന്നു. ബുധനാഴ്ച സെന്റ് കിറ്റ്സിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞ വിവരങ്ങളാണിത്. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ചർച്ചകളിൽ ചർച്ച ചെയ്യാൻ ഇറാൻ വിസമ്മതിക്കുന്നത് വലിയ പ്രശ്നമാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾ ഇതുവരെ ആണവ വിഷയങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നും വിലയിരുത്തലുകളുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.